ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് കറക്റ്റ് 1 കിലോ വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതും ഓവനൊന്നുമില്ലാതെ സ്റ്റൗ ടോപ്പിലാണ് ഞാൻ ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ കേക്കിന് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. 3/4 കപ്പ് മൈദയും അതുപോലെ തന്നെ 1/4 കപ്പ് അളവിൽ കൊക്കോ പൗഡറും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇത് നന്നായി ഞാൻ വിസ്ക് കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇനി കേക്കിന് ആവശ്യമായിട്ടുള്ള മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. 4 മുട്ട ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് പൊടിച്ച് വെച്ചിട്ടുള്ള 1 കപ്പ് പഞ്ചസാര ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നല്ലതുപോലെ പതഞ്ഞ് വന്നപ്പോഴേക്കും പിന്നീട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നീട് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായി ചേർത്ത് കൊടുത്തതിന് ശേഷം ബീറ്റർ കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്നൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ബീറ്റർ കൊണ്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സ്പാച്ചില വെച്ചിട്ട് ബൗളിൻ്റെ സൈഡിലിരിക്കുന്നതൊക്കെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. നേരത്തെ തന്നെ ബട്ടർ പേപ്പർ ഇട്ട് വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം. ബാറ്റർ തയ്യാറാക്കാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാനൊരു പഴയ കുക്കർ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനുള്ളിലേക്ക് കേക്ക് ബാറ്റർ ഇറക്കി വെച്ചതിന് ശേഷം അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 35 മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുക്കാം. ചെറുതായി ഒന്ന് തണുത്തപ്പോഴേക്കും കേക്ക് ടിന്നിൽ നിന്നും ഞാൻ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. കേക്ക് നല്ലതുപോലെ തണുത്തതിന് ശേഷം 3 ലെയറായി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നേരത്തെ തന്നെ ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കേക്ക് ബോർഡിലേക്ക് ഒരല്പം വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്കായി ഷുഗർ സിറപ്പ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ള ലെയറുകളും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ആദ്യം ഷുഗർ സിറപ്പും പിന്നെ ക്രീമും വെച്ചിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അവസാനമായി കേക്ക് മൊത്തത്തിൽ നമുക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാം.
അപ്പോൾ കേക്ക് ഞാൻ മൊത്തത്തിൽ ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് സൈഡിലായിട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. പേര് എഴുതേണ്ട സ്ഥലത്തേക്ക് ഒരു മൂടി വെച്ചൊന്ന് കവർ ചെയ്ത് എടുത്തതിന് ശേഷം ഈ സൈഡിലൊക്കെ ഇതേപോലെ ഒന്ന് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേക്കിൻ്റെ താഴ്ഭാഗത്തായിട്ട് അല്പം ക്രീം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കേക്കിൻ്റെ സൈഡിലായിട്ട് ഒരു റോസ് ഫ്ലവറും പിന്നീട് കുറച്ച് ചെറീസും ചോക്ലേറ്റ് ബോൾസും കൊണ്ട് ചെറുതായി ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് കേക്കിൻ്റെ നടുവിലായിട്ട് പേര് കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓവനൊന്നുമില്ലാതെ തന്നെ ആർക്കും എളുപ്പത്തിന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.